എടോ, ഈ ദോശയ്ക്ക് ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ ചോറാണെങ്കിൽ അങ്ങോട്ട് പ്ലേറ്റിലോട്ട് ഇടുന്ന സമയം കൊണ്ടൊക്കെ ഒരു കറി റെഡിയാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും തള്ളാണെന്നല്ലേ. തള്ളൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാട്ടോ ഇത്. ഇതിനെ ഒരുപാട് ആഡംബരം ഒന്നും ഇല്ലടോ. സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട, തക്കാളി മാത്രം ഉണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എന്നാലേ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ നമർത്തിയേക്കണേ. എടോ, ഇത് ഉണ്ടാക്കാൻ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ടേ ഒരു 3 തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഈ വീഡിയോ എടുക്കുമ്പോഴേ ശരിക്കും ലൈറ്റിന്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഈ കറി അത്രയ്ക്കും ടേസ്റ്റി ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചേ പറ്റുന്ന കരുതി തന്നെ കേട്ടോ ഈ വീഡിയോ എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂണോളം സാമ്പാർ പൊടിയാട്ടോ ചേർക്കുന്നത്. ഇത് രണ്ടും അങ്ങോട്ട് ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാൻ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ കറി റെഡിയാക്കാൻ ഒരു ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം. ചട്ടിയോ പാത്രമോ നിങ്ങൾ കറി റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അത് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് ഉഴുന്നും കൂടെ ഇട്ടങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഒരു 2 വറ്റൽമുളക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തേക്കാണ്. കൂടെ ഒരു 2 പച്ചമുളക് കൂടെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഇതൊന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഈ ഉഴുന്നിന്റെയൊക്കെ കളറേ ചെറുതായിട്ടൊന്ന് മാറി വരണം, അതുവരെയും ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാലേ ഈ കറി നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും, അത് ഉറപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ, അതായത് 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ കൂടെ നമ്മൾ അരച്ചു മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മിക്സും കൂടെ അങ്ങോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ മിക്സും കൂടെ ചേർത്തിട്ടേ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്ത് ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ സമയം ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ ചേർക്കാട്ടോ. ഞാൻ ചേർക്കുന്നില്ല, എൻ്റെ കയ്യിൽ കറിവേപ്പിലേക്ക് കുറച്ച് ക്ഷാമമാട്ടോ, കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നിയിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി ഇതൊന്ന് തിളപ്പിക്കണം, അത്രേ വേണ്ടു. അപ്പോഴേക്കും നമ്മുടെ കറി അടിപൊളി കറി ഇവിടെ റെഡിയാവും. ഇതങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വരും കേട്ടോ. ഇതേ ഈ ബാച്ചിലേഴ്സിനും പിന്നെ പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്കും അതല്ല നല്ല മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ. ഇനി അല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതങ്ങോട്ട് ദോശയിലോട്ടൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് മുങ്ങാൻ ഭാഗത്തിന് അങ്ങോട്ട് ഒഴിച്ചട്ടെ അതങ്ങോട്ട് പിച്ചി ആ കറിയിലോട്ട് അങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ആക്കി. ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം.